യെസ്, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എഴുതുകയാണ്. എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എഴുതുകയാണ്. ഏത് വെച്ചിട്ടുള്ളത്? ഈ 3 നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മുഴുവൻ 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കിയിരുന്നോളൂ കേട്ടോ. ഞാൻ ആദ്യം ഒരു 3 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. ഞാൻ ആദ്യം എടുക്കുന്ന നമ്പർ ഏതാണ്? പറടാ. 3 വെച്ചുണ്ടാക്കാൻ പറ്റുന്ന മുഴുവൻ 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞ 3, 8, 9. ഇനി ഒന്നും കൂടി ഉണ്ടാക്കാം. 398. അത് തിരിച്ചിട്ട് ഉണ്ടാക്കാം. കത്തിയോ ഇല്ലേ? 389 വെച്ചിട്ടുണ്ടാക്കുന്ന മുഴുവൻ 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുവരെ മനസ്സിലായോ? ഇനി 8 വെച്ചുണ്ടാക്കാൻ പറ്റുന്ന 2 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. ഒന്ന് പറഞ്ഞോ. 8, 3, 9. കത്തിയോ? അടുത്ത 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞോ. യെസ്, 8, 9, 3. 8, 9, 3. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കാണ്. 8, 9, 3. അപ്പൊ 6 എണ്ണം ഞാൻ എഴുതി. എന്റെ കുട്ടികളൊന്ന് സ്വന്തം എഴുതിക്ക. ഒരു 3 ഡിജിറ്റ് 2 3 ഡിജിറ്റ് നമ്പറും കൂടി ഉണ്ട്. 9 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. സ്വന്തം എഴുത്. 6 എണ്ണം വേഗം എഴുത്. 6 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാണ്ട് 6 എണ്ണം വരും. ഇത് വെച്ച് 6 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളോട് എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇതിൽ 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 6 എണ്ണം ഒന്ന് വേഗം ഉണ്ടാക്കിക്കാം. 389 അത് തിരിച്ചിട്ട 398. 839 അത് തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ 39 93 ഉണ്ടോ തിരിച്ചിടുന്നത്. 9 വെച്ചിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞ 938. അടുത്തത് 983. ഇതിൽ 800-ന് താഴെ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 800-ന് താഴെ വരണം. 800-ന് താഴെ വരണം. വേഗം പറഞ്ഞോ. ഇതിൽ 800-ന് താഴെ എത്ര ഉണ്ട്? ഇതുണ്ടോ? ഇത് പറ്റുമോ? 800-ന് താഴെ ഉള്ളത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ പറ്റുമോ? ഇനി ഏതെങ്കിലും പറ്റുന്നതുണ്ടോ? ഇല്ല. സോ ടോട്ടൽ എത്ര ഉണ്ട്? ഇതിൽ എത്ര ഉണ്ട്? 9 ആണോ 6 ആണോ എന്നൊന്ന് കണ്ണ് തുറന്ന് നോക്ക്. 6. ടോട്ടൽ 6 ഉണ്ട്. ഇതില് 800-ന് താഴെ വരുന്ന എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്തതെന്നറിയോ? ഇതിനെ ചെറുതാക്കിയ ഓപ്ഷനാണ് ഇതില്. എങ്ങനെയാണ് ഇതിനെ ചെറുതാക്കുക? 2-ൽ എത്ര 2 ഉണ്ട്? 1. 6-ൽ എത്ര 3 ഉണ്ട്? എത്ര ഉണ്ട്? 3. സോ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ ആണ് 1/3. ആൻസർ ഈസ് വെരി സിമ്പിൾ. ഇത് മനസ്സിലായോ ഇല്ലേ? ക്ലിയർ അല്ലേ? Do you want to repeat it? Can I move to next question? Yes. Okay അല്ലേ? പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 സർക്കിൾ ഉണ്ട്. ആ 2-ലും ഓരോ സെക്ടറുകളും ഉണ്ട്. എന്നിട്ട് ആദ്യത്തിലെ ഈ ഡോട്ട് ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിൽ വരാനുള്ള ഇതിന്റെ പ്രോബബിലിറ്റി പി ആണ്. ആദ്യത്തിന്റെ പ്രോബബിലിറ്റി പി ആണ്. ഇതിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ക്യൂ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തിന്റെ പ്രോബബിലിറ്റി പി ആണെന്നും രണ്ടാമത്തിന്റെ പ്രോബബിലിറ്റി ക്യൂ ആണെന്നും തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ്. സോ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ബുക്കിലുണ്ട്. എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? പറടാ. എത്ര ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 60. ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ട്? 360. What is answer? 6-ഉം 0 കട്ട് ചെയ്തോ. What is answer? 1/6. Any doubt? രണ്ടാമത്തിന്റെ പ്രോബബിലിറ്റി നിങ്ങളൊന്ന് സ്വന്തം കണ്ടുപിടിച്ച സെയിം ആൻസർ ആയിക്കാരം കിട്ടുക. ഒന്ന് ചെയ്താ രണ്ടാമത്തിന്റെ പ്രോബബിലിറ്റി നിങ്ങളൊന്ന് സ്വന്തം ചെയ്താ ക്യൂ ആണ്. ഇതില് രണ്ടാമത്തിന്റെ പ്രോബബിലിറ്റി ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ എത്ര ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തത്? എത്ര ഡിഗ്രിയാണ്? 60. ടോട്ടൽ എത്ര ഉണ്ട്?
360. What is the answer? 1/6. സോ അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. P 1/6 കിട്ടി, Q 1/6 കിട്ടി. രണ്ട് ആൻസർ കിട്ടി. P എന്നുള്ളത് 1/6 കിട്ടി, Q എന്നുള്ളതും 1/6 കിട്ടി. മക്കളെ P എന്താടാ കിട്ടിയത്? 1/6. Q എന്താടാ കിട്ടിയത്? 1/6. സോ ഇതിലേതാണ് ഓപ്ഷൻ? ഇതിലേതാണ് ഓപ്ഷൻ? P is equal to Q. രണ്ടിന്റെയും പ്രോബിലിറ്റി ഈക്വൽ ആണ്. രണ്ടിന്റെ ആൻസറും സെയിം അല്ലേ? എടാ P നമുക്ക് കിട്ടിയത് 1/6, Qയും കിട്ടിയത് 1/6. ഇത് രണ്ടും സെയിമാ? ഇത് രണ്ടും സെയിമാ ആണോ? സോ ഏതാണ് ആൻസർ? P is equal to Q. സോ റിലേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും പ്രോബിലിറ്റി കാണുക, രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. രണ്ടും തമ്മിൽ എന്താ ബന്ധം? സെയിം എന്നുള്ള ബന്ധമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് ക്വസ്റ്റ്യൻ.